ഞാൻ ആലോചിക്കുകയായിരുന്നു, കുഞ്ഞുണ്ടായ പിന്നെ നമ്മൾ അധികം നേരം ഇരുന്ന് സംസാരിക്കുന്നതേ ഇല്ല അല്ലേ മീനു? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്നു മുതൽ എന്നും അരമണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ആദ്യ രാത്രിയുടെ ഓർമ്മ പുതുക്കാനാണെങ്കിലേ ദാ ഈ പാല് കൂടെ കുടിച്ചോ. മധുരത്തിനൊപ്പം ഇതും കൂടെ ഉണ്ടായിരുന്നു അന്ന്. എന്റെ ശ്രീയേട്ടാ, 8 വർഷമായിട്ട് ശ്രീയേട്ടന് യാതൊരു പുരോഗതി ഇല്ലാത്തൊരു മേഖലയാണ് നുണ പറച്ചൽ. കാറിലിരുന്ന് പാട്ടും കേട്ടുകൊണ്ട് വിളിച്ചു പറയാ ഓവർ ടൈം ഡ്യൂട്ടിയാണെന്ന്. ശ്രീയേട്ടന് കുറച്ചുകൂടി ഭാവന ഉണ്ടായിരുന്നെങ്കിൽ നുണ കേൾക്കാനെങ്കിലും ഒരു രസം ഉണ്ടായേനെ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അതിന് സത്യം പറഞ്ഞാ നിനക്ക് മനസ്സിലാവോ? എന്തിനാ നാട്ടിൽ പോയത്? ഒരു ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ട് ആണോ പെണ്ണോ? ആണ്. ഓഹോ, അതറിഞ്ഞില്ല. റോസ് മൂത്തടൻ എന്താണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്? റോസ്. ശ്രീ, എന്തേ വിളിച്ചേ? ശ്രീ ഒരു ഉപകാരം ചെയ്യണം. അഞ്ജു ഇവിടെ ഇല്ല. അലക്സ് അവളെ മസൂരിക്ക് അയച്ചിരിക്കുക. അവിടേക്ക് വിളിച്ചെങ്കിലും കൃത്യമായ മറുപടിയില്ല. മോളെ കാണാതെ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല. അവിടെ വരെ ഒന്ന് പോണം. ഒന്ന് കൂടെ വരാവോ ശ്രീ? എങ്ങോട്ടാ? ഓഫീസ് ടൂറോ മറ്റോ ആണോ? ഇന്നാളത്തെ പോലെ തിരുവനന്തപുരത്തിന്? അല്ല, റോസ് മൂത്തേണനൊപ്പം മസൂരി വരെ പോവാ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്തിന്? ഉത്തരം ഭാവനയിൽ സൃഷ്ടിച്ച് സ്വയം തീ തിന്നുന്ന പതിവ് തെറ്റിക്കണ്ട. ആലോചിക്ക്. പിന്നെ അടുക്കളയിലേക്ക് ഈ മാസത്തേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങി തന്നില്ല. സാധനങ്ങൾ വാങ്ങുന്ന പണി ഞാൻ രാജിവെച്ചു. റോയൽ അല്പം കാശുണ്ട്, നീ തന്നെ അങ്ങ് പോയി വാങ്ങ്. പിന്നെ ഇനി കൊച്ചിനെ നോക്കുന്ന എക്സ്ക്യൂസുമായിട്ട് വരണ്ട. നാളെ കൊച്ചു വളരും. അത് കഴിഞ്ഞാലോ നിന്റെ ഭാവന വീണ്ടും ചിറകു വിടർത്തും. എന്നിട്ട് ഭർത്താവിന്റെ അവഹിത ബന്ധങ്ങളെപ്പറ്റി പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കും. പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. മേലനങ്ങി പുറത്തിറങ്ങി വെയിലും കൊണ്ട് സാധനങ്ങൾ വാങ്ങിട്ട് വാ. അപ്പോ ശരീരം കുറച്ച് ഉഷ്ണിക്കും, വേർക്കും, നിന്റെ ഭാവന അല്പം കുറയും. ഇല്ലാത്ത നിന്റെ കഥകളും. അച്ചുവിന് ഞാനൊരു കിടിലൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അത് പറയാം. ആദ്യം അച്ചു പറ. അച്ചു ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയെന്ന്. അതോ? പണ്ടൊക്കെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. റിയലി? അന്ന മറിയ, അവളാണ് എന്റെ ജീവിതം മാറ്റിയ മദാമ. ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് വന്ന. ഇൻട്രസ്റ്റിംഗ്. അവക്ക് എന്നോട് ഇങ്ങോട്ടൊരു അട്രാക്ഷൻ. ഐ ലോസ്റ്റ് ഓൾ മൈ കൺട്രോൾ. സായ് ഇന്ത്യ കോളനി ആക്കിയ പോലെ അന്ന മറിയാം എന്നെ കോളനി ആക്കി. അതെ, ഇപ്പോഴും ഞാനൊരു കോളനിയാ. പ്രിയ, ജിയ, മിയ, റിയ, इपो साइंस. चल चल बाहर चल. सिर्फ एक बार बाहर चल. अरे बाहर निकल जी प्लीज. नहीं चुपचाप बाहर निकल. गेट खोलो. आओ. अब इसको क्यों अंदर भेजा? ठीक ठाक काम कर. गेट बंद कर. हाँ, ऐसा मुसीबत है. ഐ എം സർപ്രൈസ്ഡ്. ടെന്നീസ് കോച്ചിങ് നടക്കുന്നിടത്ത് സ്വന്തം അമ്മയ്ക്ക് മകളെ കാണാൻ പറ്റത്തില്ലെന്ന്. വാട്ട് കോൺട്രാക്ട് ഇസ് ദിസ്? സർപ്രൈസ്ഡ് അല്ല, ഷോക്ക്ഡ്. ഇവിടെ ഇപ്പോൾ റോസിന് അഞ്ജുവിനെ കാണണമെങ്കിൽ ഒരു വഴിയുള്ളൂ. അലക്സുമായിട്ടൊന്ന് സംസാരിക്കുക. സാറ് പറഞ്ഞാൽ അക്കാഡമിക്കാർ കേൾക്കും. അലക്സിനെ ഞാൻ വിളിക്കില്ല. ശരി, ഞാൻ വിളിക്കാം. ഹലോ സർ, ഞാൻ ശ്രീയ, മസൂരിയിലെ ടെന്നീസ് അക്കാഡമിയിൽ നിന്നാ. റോസിന്റെ കൂടെ അഞ്ജുവിനെ കാണാനായിട്ട് വന്നതാ. പക്ഷേ അക്കാഡമിക്കാർ സമ്മതിക്കുന്നില്ല. സാറൊന്ന്. എടാ പുല്ലേ, നീയായിരുന്നു. നിനക്കെന്താണ് അതിന്റെ ഭാര്യയുടെ അടുത്ത് കാര്യം? നിന്നെയൊക്കെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാൻ. ചവിട്ടി നിന്റെ പരിപ്പിളക്കും.
എന്റെ അച്ചു ഇപ്പൊ എന്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന അവിഹിത ബന്ധമുണ്ടല്ലോ, അതിന്റെ കുറ്റബോധ ഇപ്പൊ ഫോണിൽ ഛർദിച്ചത്. ദേ എന്റെ വായിന്നൊന്നും കേൾക്കരുത്. അഞ്ജുവിന്റെ പുറകെ നടന്ന ആ ആസിഫ് അലിയുടെ 2 കാലിന്റെ മുട്ട് തല്ലി ഒടിച്ചവനാണ് ഞാൻ. എന്റെ പൊന്നെ, മനുഷ്യനൊന്ന് റിലാക്സ് ചെയ്യാൻ വന്ന ഇത് വല്ലാതെ പൊല്ലാപ്പായി പോയല്ലോ. മോളെ അഞ്ജു, എവിടെയായിരുന്നു അമ്മ? ഞാൻ എത്ര മിസ് ചെയ്തെന്നോ. ഐ എം സോറി, ഐ എം റിയലി സോറി. ഞാൻ തോറ്റത് അമ്മ ഇല്ലാത്തോണ്ടായിരുന്നു, അതറിയോ? മോളെ കാണാതിരിക്കാൻ അമ്മയ്ക്കായില്ല, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ശരി, ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് അമ്മ അത്ഭുതം. എന്റെ ഗെയിം ടോട്ടലി മാറി. ഞാൻ ഇതുവരെ കളിച്ചത് ടെന്നീസ് അല്ലെന്ന് പോലും തോന്നി. ഇനി മുതൽ എന്റെ കോച്ചിങ് ഈ അക്കാഡമിയെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഹലോ സർ. ആ സ്റ്റീഫൻ, ഒരു ചെറിയ കാര്യമുണ്ട്. പറയൂ സർ. തനിക്ക് UP പോലീസിൽ ആരെയൊക്കെ പരിചയമില്ലേ? ഉണ്ട്. ACP മനോജ് ത്രിപാഠി ഫ്രണ്ടാണ്. സംഗതി അല്പം കോൺഫിഡൻഷ്യലാണ്. അൺഒഫീഷ്യൽ ചാനൽസിൽ നീങ്ങിയാൽ മതി കേട്ടോ. പറയൂ സർ, ഐ വിൽ ടേക്ക് കെയർ. റോസ് ഇപ്പം മസൂരിയിലുണ്ട്. അഞ്ജുയുടെ ടെന്നീസ് ട്രെയിനിങ്ങിനായിട്ട് പോയതാ. എവിടെയോ വഴിതെറ്റി. ഞാൻ അവളുടെ മൊബൈൽ നമ്പർ ടെക്സ്റ്റ് ചെയ്യാം. ആളെവിടെയാണെന്ന് ട്രേസ് ചെയ്യുക. സേഫ് ആണോന്ന് അറിയാനാ. കൂട്ടത്തിൽ ആരെയെങ്കിലും കണ്ട അവനെ പൊക്കിയിട്ട് എന്നെ വിളിക്കാൻ പറ. സാറ് വിഷമിക്കണ്ട, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനിത് ഡീൽ ചെയ്തോളാം. താങ്ക് യു സ്റ്റീഫൻ. പിന്നെ അടുത്ത സൂപ്പർവൈസർ അവതാരക സയൻസാ കേട്ടോ. Who is it? आपकी कमरा सर्च करने का ऑर्डर है मैडम. हटो हटो कौन हटो. है आप लोग? पीछे हट. नहीं, रुको रुको रुको. क्या नाम है तुम्हारी? योर नेम बोल. अंजू. What do you want? ഹലോ अलग साहब, इधर तो अंशु नाम की लड़की है, इसको ले जाओ. അഞ്ജു അവളെങ്ങനെ അവിടെ വന്നു? लड़की को अपना कमरे में ले चलो. शिट. ചീറ്റി പോയല്ലോ. അയ്യേ. സാരമില്ല, കക്ഷി ഫോണിൽ എന്നെ കുറെ ചീത്ത പറഞ്ഞു. കുറ്റബോധം കൊണ്ടായിരിക്കാം. ഒരിക്കൽ അഞ്ജുവിന്റെ കാര്യത്തിന് രഹസ്യമായി പോലീസിനെ സമീപിച്ച ആളാണ് അലക്സ്. ഇപ്പൊ സ്വന്തം ഭാര്യയുടെ കാര്യത്തില് രഹസ്യ പോലീസായി. Come on, Rose. This is the time you have to be strong. You have to fight back. റോസ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ അറിഞ്ഞ റോസ് ഇങ്ങനെയല്ലായിരുന്നു. സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ആരാധിച്ചിരുന്ന റോസ്, പാസ് ഔട്ട് ആവുന്നതുവരെ സ്കൂളിന്റെ അഭിമാനമായ റോസ്. അന്ന് ആ കുട്ടി പറഞ്ഞില്ലേ, ദാറ്റ് യു ആർ എ ഗുഡ് പ്ലെയർ. യെസ് യു ആർ, അതാണ് സത്യം. ഇനിയെങ്കിലും യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു യുവർ ലൈഫ്, ഗെറ്റ് ബാക്ക് ടു യുവർ ഗെയിം. റോസിന് എന്താണോ സന്തോഷം തരുന്നത്, pursue that, your passion. After all, a rose is a rose is a rose.
എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രീക്ക് എങ്ങനെ സാധിക്കുന്നു? അത് പറഞ്ഞാൽ അതിന്റെ ഭംഗി പോവും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം റോസ് അറിയണം. ഓൾ ഐ വാണ്ട് ഈസ് ടു സീ യു ഹാപ്പി. എനിക്കൊരു ലോൺ വേണം. മാനേജർ ഇന്ന് കണ്ടിട്ട് വന്നോളൂ. യെസ് പ്ലീസ്. എനിക്കൊരു ഡേ കെയർ തുടങ്ങാനാ. തീർച്ചയായും.